കഴിഞ്ഞ ദിവസം എന്റെ ഏതോ ഒരു വീഡിയോയുടെ അടിയിൽ വന്ന കമന്റ് ആണ്, എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ചെയ്യുന്നത്, എന്തായാലും ഒരു ദിവസം തട്ടിപ്പോവാനുള്ളതല്ലേ. തീർച്ചയായും നമ്മൾ ഒരു ദിവസം തട്ടിപ്പോവും, അതിൽ യാതൊരുവിധ സംശയവും വേണം. ഒരു ഹെൽത്തി ആയിട്ടുള്ള മനുഷ്യന് അദ്ദേഹത്തിന്റെ 100% എഫോർട്ട് ഇട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന സമയം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ 40 വയസ്സ് വരെയാണ്. നമ്മളെ ഈ പോക്ക് പോവുകയാണെങ്കിൽ 40 വയസ്സ് വരെ ഇത് പോകും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. സത്യത്തിൽ നമ്മളൊക്കെ ഈ പ്രായത്തിൽ ഒരു 50% എഫോർട്ട് പോലും ഇടുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് റെസ്റ്റ് ഇൻ പീസ് ആവേണ്ട അവസ്ഥ എന്നും പറഞ്ഞ് നമ്മുടെ ഈ നല്ല പ്രായത്തിൽ എൻജോയ്മെന്റും ഹാപ്പിനെസ്സും മാറ്റി നിർത്തി കഷ്ടപ്പെടണമെന്നല്ല. സത്യത്തിൽ നമ്മൾ ഈ കട്ടിൽ കിടന്ന് റീൽസും ഷോർട്സും കാണുമ്പോൾ കിട്ടുന്ന ഗിൽറ്റി ഫീലിനെക്കാട്ടി എത്രയോ വലുതാണ് നമ്മൾ എഫോർട്ട് ഇട്ട് 100% റിസൾട്ട് കിട്ടുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ. നിങ്ങളൊക്കെ എന്താ വിചാരിച്ചേക്കുന്നേ? കഷ്ടപ്പെടുന്നവര് എൻജോയ് ചെയ്യുന്നില്ലെന്നാണോ? ഡയറ്റ് എടുക്കുന്നവര് ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നില്ലെന്നാണോ? അല്ല, ഒരിക്കലും അല്ല. എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ടെന്നേ ഉള്ളൂ. ഇപ്പൊ ഈ സിനിമ കാണാൻ ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാർ ആഴ്ചയിൽ 5 ദിവസം സിനിമ കാണണോ നിർബന്ധമില്ലല്ലോ. ആഴ്ചയിൽ ഒരു ദിവസം ഒരു സിനിമ കണ്ടാലും പോരെ. പിന്നെ ഈ ട്രിപ്പിന് പോകാൻ ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാർ ആഴ്ച 7 ദിവസം ട്രിപ്പിന് പോകണമെന്ന് നിർബന്ധമില്ലല്ലോ. ആഴ്ച 1-2 ദിവസം പോയാലും പോരെ. നിങ്ങൾ നമ്മളെ മമ്മൂക്ക പറയണ കേട്ടിട്ടില്ലേ, എനിക്ക് ഇഷ്ടമുള്ള എല്ലാം ഞാൻ കഴിക്കും, പക്ഷെ എനിക്ക് ഇഷ്ടമുള്ള അത്ര അളവിൽ കഴിക്കില്ല എന്ന്. അതേ കണക്ക് തന്നെ എനിക്ക് ഇഷ്ടമുള്ള എല്ലാം ഞാൻ ചെയ്യാറുണ്ട്, പക്ഷെ എനിക്ക് ഇഷ്ടമുള്ള അത്ര അളവിൽ ഞാൻ ചെയ്യാറില്ല. പിന്നെ നമ്മുടെ പാരന്റ്സ്, നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളെ പോലെയാണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറൂരി വിടാനൊന്നും പാടില്ല. എപ്പോഴും അതിന്റെ വാശിക്ക് നിന്ന് കൊടുക്കാതെ നമ്മൾ പറയുന്നതും ഇടയ്ക്കൊക്കെ അനുസരിപ്പിക്കണം. ഇല്ലെങ്കിൽ വഴിതെറ്റി പോവോടോ.